കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആര് അത് തടുക്കും? ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രവാചക ശബ്ദമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് യെശയ്യാവിലൂടെ പറയുന്നൊരു ഭാഗമാണ് സ്തോത്രം നമ്മളിവിടെ വായിപ്പാൻ തക്കവണ്ണം ഇവിടെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. എൻ്റെ അർത്ഥം എന്തുവാ? ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യം അല്ല. ദൈവം ഒരു വിഷയത്തിന് വേണ്ടി ഇടപെട്ടാൽ, ദൈവം ഒരു വിഷയത്തിന് വേണ്ടി ഇറങ്ങി വന്നാൽ, ദൈവം ഒരു വിഷയത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അതിനെ തടുക്കുവാൻ കഴിയുന്ന വേറൊരു ശക്തി ഉലകത്തിലില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് യഹോവ പ്രവർത്തിക്കും, ആർ തടുക്കുമെന്നുള്ള ചിന്ത സ്തോത്രം തിരുവചനത്തിലൂടെ കൈമാറുവാൻ കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരം അത്രയ്ക്കും ശക്തിയുള്ളതാണ് എന്ന് തെളിയിക്കുന്നതാണ് അല്ലേ. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി എഴുതിയ പ്രവാചകൻ്റെ പുസ്തകം വരെയുള്ള പഴയ നിയമഭാഗങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ സർവാസ്തിത്വത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സർവശക്തിയെപ്പറ്റി പരാമർശിക്കുന്ന അനുഗ്രഹീത ചിന്തകളുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാട് തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ബൈബിൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീട്ടിയ ഭുജം കൊണ്ടും സ്തോത്ര ബലമുള്ള കൈ കൊണ്ടും ഞാനവരെ വിടുവിച്ചു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പ്രവാചക പുസ്തകത്തിലേക്ക് വരുമ്പോൾ മിസ്രൈം എന്ന വിഷയത്തോട് ഇരുമ്പ് മുഖം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതിനകത്തു നിന്നാണ് ദൈവം അവരെ അപ്പോൾ ഇതിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവൻ ആരാണ്? അത് ദൈവത്തിൻ്റെ കരമല്ലാതെ വേറൊന്നിനും കഴിയത്തില്ല. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് യെശയ്യാവെന്ന് പ്രവാചകൻ പരാമർശിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. അപ്പോൾ ശ്രദ്ധിച്ച്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് വിശേഷിക്കപ്പെടുന്ന ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. എന്തുവാ അതിൻ്റെ അർത്ഥം? അത് മാത്രമല്ല, തിരുവചനത്തിലേക്ക് നമ്മൾ വരുന്ന ഒരു സമയത്ത് അവൻ യോദ്ധാവിനെ പോലെ പുറപ്പെടുന്നു, വീരനെ പോലെ യുദ്ധം ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ദൈവത്തെ സംബന്ധിച്ച് പറയപ്പെടുന്നുണ്ട്. അതാണ് എൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവൻ ആരും ഇല്ല. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വന്ന് ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നതാ? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് തുടങ്ങിയാൽ അതിനെ തടുക്കുവാൻ കഴിയുന്ന ഉലകത്തിലൊരു ശക്തിയില്ല, ഉലകത്തിലൊരു വ്യാപാരമില്ല. പൈശാചികൻ്റെ മുഴുവൻ സിംഹാസനവും പൈശാചിക പ്രവർത്തികളുടെ മുഴുവൻ മേഖലകളും ഒരുമിച്ച് നിന്നാലും ദൈവപ്രവർത്തിയെ തടുക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിൻ്റെ നന്മകൾക്കായി, നിൻ്റെ ഭാവിക്കായി, നിൻ്റെ ജോലിക്കായി, നിൻ്റെ ശുശ്രൂഷ മേഖലകൾക്കായി, നിൻ്റെ ആത്മീക ഭൗതിക മേഖലകൾക്കായി ദൈവം പ്രവർത്തിച്ച് തുടങ്ങിയാൽ അതിനെ തടുക്കുന്ന ഒരു ശക്തി ഉലകത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് പറയുന്നത് പോലെ ലൂക്കോസ് സുവിശേഷം 12-ന്റെ 5-ാമത്തെ വരുമ്പോൾ നരകത്തിൽ സ്തോത്രം ഒരു മനുഷ്യനെ കൊന്നിട്ട് അവനെ നരകത്തിൽ തള്ളിക്കളയുവാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുവിനെന്ന് പറയുന്ന, അതാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ഏൽപ്പിക്കപ്പെട്ടാൽ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ മഹത്വം അതിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുന്നു. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തിയാട്ടെ. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.